ഞാൻ പോലീസൊക്കെ തൊപ്പി കഴിച്ച് തൊക്കിൽ വെച്ചിട്ടേ വരുള്ളൂ. പക്ഷെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓനാപ്പിലാവും. ഹലോ ഗൈസ്, അപ്പോൾ പ്രാവശ്യമുള്ളത് ഇവിടെ അറിയാം. നമ്മൾ കോഴിക്കോട് ടൗണിൽ ശരവരം പാർക്കിന് മുമ്പിലായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. കോഴിക്കോട് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടേക്ക് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ കോഴിക്കോട് ഈ ശരവരം പാർക്ക് കയറുമ്പോഴുള്ള ഭാഗമാണ് നല്ല ശുദ്ധമായ മലിനജലം ഒഴുകുന്ന ഒരു കനാൽ. അത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ ഈ ശരവരം പാർക്ക് കയറുന്ന സ്ഥലമുള്ളത്. ഇത് കണ്ടില്ലേ? ആകെ ഇവിടുത്തെ ടൈം ശരവരം പാർക്കത്തെ എത്ര മണി വരെ പറഞ്ഞേ? 9 മണി തുടങ്ങിയിട്ട് നടക്കാനോ? അത് ശരി. പിന്നെ 6:30 വരെ. അപ്പൊ ടിക്കറ്റും ടൈം എത്ര മണി? 6 മണി 6 മണി വരെ. രാവിലെ വാക്കിംഗ് പൈസ ഇല്ലല്ലോ. ഈ കാണുന്നതാണ് ശരവരം പാർക്കിന്റെ മെയിൻ കവാടം കേട്ടോ. അല്ലേ, രണ്ട് സൈഡും ഇഷ്ടത്തോട് തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭംഗിയല്ലേ കാണാൻ. അപ്പം ഈ കവാടത്തിൻ്റെ മെയിൻ സ്ഥലത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്ക് കണ്ടില്ല, ഇപ്പോൾ കാണാം ഈ ഭാഗത്ത് വാക്കിങ്, അതായത് രാവിലെ മോർണിംഗിന് നടക്കാറുള്ള സ്ഥലമാണ്. പിന്നെ തൊട്ടപ്പോൾ തന്നെ ഉണ്ട് ഒരു ജിമ്മിൻ്റെ, ഓപ്പൺ ജിമ്മിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സൗകര്യം കേട്ടോ ഇവിടെ അല്ലേ. ക്ലാസ്സിലെ എക്സസൈസ് ചെയ്യണം, അങ്ങനെ ചെയ്തേക്കോ. രാവിലെ നല്ല സംഭവമാണ് ഈ കാണുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെന്താ ക്ലാസ്സിലെ ഇത്? അത് തൂങ്ങിയ അതെന്താ? അങ്ങനല്ല, ഏത് അങ്ങനെ 4 വെയിറ്റും കൊടുക്കണം, എന്നാ തരികയുള്ളൂ. സംഭവം എന്താ അറിയോ? ഇതാണ് ഈ കാണുന്നതാണ്. അടുത്തതാണ് ഇവിടെ ഫുള്ള് ജിമ്മും സൗകര്യങ്ങളൊക്കെ ഉള്ളതാ. രാവിലെ ജിമ്മിന്റെ വർക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കവാട കടന്ന് കയറുമ്പോഴുള്ള സ്ഥലമാണ് ശരവരം ബയോ പാർക്ക്. കണ്ടില്ലേ? അപ്പോൾ ഇതും കടന്ന് നേരെ പോകുമ്പോൾ കാണാം ഇവിടുത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അതായത് മാലിന്യം നിക്ഷേപിക്കരുത്, പ്ലാസ്റ്റിക് നിരോധനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ആദ്യമായിട്ടാണ് ശരവരം പാർക്കിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇവിടെ നല്ല വൈബ് സ്ഥലമാണ്, അടിപൊളി. ഞാൻ സംസാരിച്ചിട്ട് വിട്ടുകൂടി എന്ത് സംസാരിച്ചു. അടിപൊളി വൈബ് പറഞ്ഞാൽ ചില്ലറ വൈബല്ല, അടിപൊളി വൈബ് സ്ഥലമാണ് ശരവരം പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരിക്കലും വന്നിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പുറത്ത് സരോവരം എന്ത് നടക്കുന്നു എന്നല്ല സംഭവം. ഇതിനുള്ളിൽ പറഞ്ഞാല് കാണ്ട് കാഴ്ചകളാണ്, നല്ല നല്ല സ്ഥലങ്ങളും. മീൻസ് ഇവിടെ കപ്പിൾസ് കൂടുതലുണ്ടാവും ഒക്കെ ഉണ്ടാവും. സംഭവം ശരിയാണ്, ഇല്ല നമ്മൾ പറയില്ല. എന്നാലും നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സംഭവം ഇത്. നമ്മള് കോഴിക്കോട് ടൗണിലെത്തി കഴിഞ്ഞാൽ ആകെ പ്രത്യേകത മനസ്സിലാക്കിയത് ചുറ്റു റോഡാണ്, പക്ഷെ ഇവിടെ സൗണ്ട് കുറവാണ്. അതെ അതെ തീർച്ചയായും തണുപ്പുണ്ട്, നല്ല നല്ല വൈബുള്ള സ്ഥലം, അടിപൊളി. ഇതൊക്കെ വെറുതെ എഴുതിക്കുക. അവിടെ എഴുതിച്ച 5000 ഫൈന്, എത്ര തടവ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്താ അതിന്റെ അടിയിൽ നേരെ പ്ലാസ്റ്റിക്. DTPC എന്താ വെച്ചാൽ ആർക്കെങ്കിലും അറിയാണെങ്കിൽ പറയണം. DTPCന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയണം. ഇത് അവിടെയുള്ള സംഭവങ്ങളാണ്. ഇതാ ഓപ്പൺ ജിം ഉണ്ട്, ബോട്ട് ജെട്ടി, ഓപ്പൺ എയർ തിയേറ്റർ, ചിൽഡ്രൻ പ്ലേ ഏരിയ, അമ്യൂണിറ്റി സെന്റർ. എന്താ അമ്യൂണിറ്റി സെന്റർ? സെൻട്രൽ പ്ലാസ, കഫ്റ്റീരിയ, ഇന്റർപ്രറ്റേഷൻ സെന്ററോ, എക്കോ പാർക്ക് എല്ലാറ്റപ്പും ഉണ്ട്. അടിയത്തെ മിയാവൈക്കി ഫോറസ്റ്റ് ഇതൊക്കെ ഉണ്ടോ നമുക്ക് പോയി നോക്കാം. ഒക്കെ നോക്കുന്നുണ്ട്. സെൻട്രൽ പ്ലാസ ആണ് ഇത് എന്നാ പറയണത്. സെൻട്രൽ പ്ലാസ ഇതാ ഇങ്ങനെ കറങ്ങി നോക്കാം. ചിൽഡ്രൻ പ്ലേ ഏരിയ ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടില്ല ബോർഡ്, അടുത്ത ഭാഗമാണ് കാണുന്നത്. ഇവിടെ കീന സാധനം കണ്ടടാ. ക്ലാസ്സിലേക്ക് കീയോ ആണ്ടടാ, പൊട്ടി കഴിഞ്ഞാട്. ഇതൊക്കെ അന്നൊക്കെ കുട്ടീൻ്റെ വൈപ്പിലെ കുട്ടിയോട് ഞാൻ കാര്യമുള്ളൂ. ഇതൊരു കുട്ടിയാണ് ഇപ്പോഴും. ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് ഇവിടെ പേരൊരു ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ളൂ, ഒരു കുട്ടി പോലും ഇവിടെ ഇല്ല. കാരണം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം തുരുമ്പെടുത്തിട്ടും ചളി നിറഞ്ഞിട്ടും
ഇത് വരുന്ന ഫാമിലീസിന് കൂടെ വരുന്ന കുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ വരുന്ന ഫാമിലീസിൻ്റെ കൂടെ വരുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും, ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആവും. ഇത് അടിപൊളിയാക്കണം. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ഓപ്പൺ ആക്കുകയാണെങ്കിലും ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല. വിദേശത്ത് ഇപ്പൊ ഞാൻ കണ്ടത് വിദേശത്ത് പറഞ്ഞാൽ എന്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യും. മീൻസ് ഇതിപ്പോ ഇതിന്റെ അവസ്ഥ നിങ്ങള് തുരുമ്പ് പിടിച്ച് പകുതി കയറിക്കണേ, പിന്നെ ആ ഒന്നും കറക്റ്റ് വർക്കിടല്ലേ കാരണം അതേപോലെ ഈ അവസ്ഥക്ക് ഇതൊക്കെ ഒരു കുട്ടിയെ കളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മേലില് ചളിയേക്കാരും അതേ കൊലത്തിലാക്കിയിട്ടാണ്. കാരണം മുകളിൽ കയറി അടിക്ക് കീഞ്ഞ് വരാനുള്ള സൗകര്യം വരെ ഉണ്ട്. പക്ഷെ അതൊന്ന് ക്ലീൻ ആക്കിയാൽ മതിയല്ലേ, അതാണ്. നോക്കി അതിലൊക്കെ ഫുള്ള് ചളിയാ കണ്ടില്ലേ, ഇതൊക്കെ ചളിയും നമ്മളൊക്കെ കൂടിയ സംഭവമാണ്. അതൊക്കെ ഒരു ചെയ്യേണ്ട കാര്യമാട്ടോ നമ്മളിൽ അടിപൊളിയാവും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എൻജോയ്മെന്റ്. ഇവിടെ കയറുമ്പോൾ ഉള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത്, അത് ഈ പച്ചപ്പുള്ളി പുള്ളി ഇരിച്ചത്, അത് ഇവിടെ കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. അതായത് ഈ കാണാൻ എക്കോ പാർക്ക് നല്ല അടിപൊളി പറയും കൂക്കി നോക്കിയാ അടിപൊളി കാട്ടിലേക്ക് പോണ ഒരു ഫീലിംഗ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ മെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാട്. ഇവിടെ ഏത് ഞാമോന്റെ കാലത്തെ ലൈറ്റ് ആണ് ഇത് പുരാതനത്തുകാർ കാണണ്ട ലൈറ്റ് ഒന്നും. ഇനി അങ്ങോട്ട് പോകും തോറും വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെയാണുള്ളത്. കാരണം ഇത് ഞാൻ പലതും വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാനുള്ളത് അത് കപ്പിൾസായിട്ടും ലവേഴ്സായിട്ടും പ്രണയ ജോഡികളായിട്ട് സല്ലപിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ തൊട്ടടുത്ത് ബെഞ്ചിലിരിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് ബാക്കിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ടോ ഒരു ചിന്താഗതി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിയുന്നത് എന്ത് ചെയ്യാണ്, കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക ഈ ഏരിയക്ക്, അതായത് ഇനിയുള്ള ഈ വഴികളിലേക്കൊന്നും കഴിയണം കുട്ടികളായിട്ട് വരാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇവിടെ വരുന്നവരെല്ലാവരും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നല്ല ഫാമിലീസായിട്ട് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കാണുന്ന പോലെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പല ആൾക്കാരും. പക്ഷേ ഇതിനായിട്ട് വരുന്ന ടീമും വേറെ ഉണ്ട്, അതൊക്കെ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളതും. അപ്പോൾ ഇവിടെ കാണുന്ന പല വരുന്ന ആൾക്കാരും എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഇതിൽ പറയാനുള്ളത് പല സ്കൂൾ കുട്ടികൾ മുതൽ എല്ലാവരും, അതായത് നമുക്ക് പറയാൻ പറ്റില്ല, പല ആൾക്കാരുണ്ട് അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന കോലത്തിൽ വരുന്നതും അല്ലാത്തതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അധികം വീഡിയോ കാര്യങ്ങളൊന്നും വന്ന് എടുക്കണ തന്നെ ഇല്ല. അതൊക്കെ നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആകെയുള്ളൊരു ഗിഫ്റ്റ് ചെയ്തതാണ്, പുറത്തൊന്നും കാണില്ല, പക്ഷെ ഉള്ളിലുണ്ടാവും വിചാരിക്കും. ഇവിടെ തള്ളൊക്കെ ഇവിടെ ഐസ്ക്രീം ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, കുറച്ച് സ്നാക്സ് കാര്യങ്ങൾ, വെള്ളം, ചോളാപൊരി ഉണ്ട്, ചോളാപൊരി, അതിനകത്ത് പറയുന്നത് പോപ്കോൺ മാറിപ്പോയി, നമ്മൾ നാട്ടിൽ തന്നെ പറയുള്ളൂ. അല്ല നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ വർക്ക് ഇറങ്ങിയത്? ഞാനിവിടെ വന്നിട്ട് 3-4 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വേറെ ആളാണ് നടത്തിന്? ഇത് കോൺട്രാക്ട് വർക്ക് സർക്കാരിൻ്റെ കീഴില? സർക്കാരിന്റെ അതുപോലെ ടെൻഡർ എടുക്കുന്നത്. ടെൻഡർ എടുക്കണം ബിൽഡിംഗ് വാടക ഈ ബിൽഡിംഗ് മാത്രം? അങ്ങനെ എത്ര 2 കൊല്ലത്തിനോ? അത് എത്ര കൊല്ലത്തേക്കാന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇവിടെ കാര്യമായിട്ട് എന്താ ഉള്ളത്? ഇവിടെ ഐസ്ക്രീം ഉണ്ട്, വെള്ളങ്ങളുണ്ട്. വെള്ളങ്ങൾ ഓക്കെ. അതിൻ്റെ ഉള്ളിലാണ് സൗകര്യം അല്ലേ? ഇതിന് ടേബിളുണ്ട്. ഓക്കെ. ഇവിടെ കാര്യമായിട്ട് ഫാമിലീസാണോ കപ്പിൾസാണോ വരുന്നത്? നിങ്ങൾ കണ്ടെടുത്തോളം ഇപ്പം 2-4 മാസം നിന്നില്ലേ? അത് നിങ്ങളെ കാഴ്ചപ്പാട് തന്നെ, അതേ കാഴ്ചപ്പാട് തന്നെ എന്റെ കാഴ്ചപ്പാട്. നിങ്ങളെ എന്താണോ കാഴ്ചപ്പാട് അതേ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാട്. കോമഡി ആയിട്ട് ചോദിച്ചാൽ കോമഡി ആയിട്ട് തന്നെ അങ്ങനെ നിങ്ങളെ എന്താണോ കാഴ്ചപ്പാട് കപ്പിൾസ് തന്നെയാണ് തീർച്ചയായിട്ടും. അതെ, അതിനല്ല ഫാമിലി കുറവാണ്.
അല്ല ഇവിടെ മാറ്റം വരുത്തേണ്ടത് ഞങ്ങൾക്ക് ആഗ്രഹം. ഇവിടെ അധികം ആൾക്കാർ വരാൻ എന്താണ് മാറ്റം വരുത്തേണ്ടത്? ഫാമിലീസ് ആണ്, ഫാമിലീസ് വന്നാൽ TTDCന്റെ സാധനം അതിപ്പോ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത ഇത് കംപ്ലീറ്റ് ആൾക്കാർ പല കംപ്ലൈന്റും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ ആപ്പിലാവും. ഡിപ്പാർട്ട്മെന്റ് ഓൻ തെളിവ് കൊടുക്കേണ്ടി വരും. ഓന് നമ്മളിപ്പോ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്കിയാല് എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനത്തിന്റെ വേറെ എന്തെങ്കിലും നമ്മള് ഗൂഗിളിലൊക്കെ വെട്ടുകയാണെങ്കിൽ ഓൻ ആ ഡിപ്പാർട്ട്മെന്റ് TTDC കേസ് കൊടുക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ അത് മറ്റേ സോഷ്യൽ മീഡിയ അല്ലേ, കംപ്ലീറ്റ് വൈറലായി പോയില്ലേ. ഓൻ ഇതില്ലാതെ നമ്മള് യൂട്യൂബിൽ സെർച്ച് ചെയ്താല് പല സംഭവങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട് എന്നല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ചില ഭാഗങ്ങളെ ഞാൻ പറയുന്നുള്ളൂ എന്നേ അവൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള അവൻ പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാ പറയാത്തത്? കാരണം നമുക്ക് തെളിവ് കൊടുക്കണ്ടേ? നമുക്ക് വല്ല എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ കഴിയോ? തെളിവ് കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് സാധനം. കാരണം നമ്മളതിന്റെ ഇത് കൊടുക്കേണ്ടി വരും. അല്ല ഞാൻ ചോദിച്ചിട്ടേ, ഇവിടെ ആൾക്കാർ കൂടാണ്, അതായത് ഇവിടെ അധികം ഇനിയിപ്പോ നിങ്ങളായാലും കച്ചവടക്കാരായാലും ടൂറിസം മേഖലയായാലും ആൾക്കാർ അധികം വരാനുള്ളൊരു മാറ്റം ആൾക്കാർ ഇവിടെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അത്ര പറയുള്ളൂ. ഒരു സർവാന്ന്. അപ്പൊ ഇതൊരു മാറ്റം വരുത്താൻ ഫാമിലീസ് അധികം വരണം എന്നല്ല നല്ല നിങ്ങൾക്ക് ബിസിനസ്സുകാരായിട്ടും ഇതിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പേർക്ക് ഉണ്ടാവില്ല, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അവർക്കറിയാലോ ഇത് ഇവിടെ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. നമ്മളീ ലോക്കൽ ആൾക്കാരെ കാട്ടിലും കൂടുതലായിട്ടുള്ള അതിന്റെ ഇൻസ്ട്രക്ഷൻ അറിയുന്ന ആൾക്കാർ, ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് അറിയാലോ ടൂറിസം മേഖല എങ്ങനെ വികസിപ്പിക്കണം എന്നുള്ളത്. നമുക്കല്ലല്ലോ അറിയാം. അല്ല നിങ്ങളുടെ നിന്ന് പരിചയത്തില് എന്റെ പരിചയത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അതേ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാട്. മണിക്കൂറിലാണോ നിന്നെന്ന് വെച്ചാല് അത്രയും മണിക്കൂറിലെ അതേ സെയിം കാഴ്ചപ്പാട് തന്നെ എനിക്ക് 4 മാസത്തിന്റെ ഉള്ളിൽ. ഓക്കെ. എന്റെ വീട് മോയിക്കര. വെള്ളിമാട് കുന്ന് JDT. നിങ്ങളെവിടെ? ഞങ്ങള് കൊണ്ടോട്ടി. കൊറേ ആദ്യമായിട്ട് കോഴിക്കോട് വന്നതിന് തരെ. പക്ഷെ ഈ സംഭവത്തിൽ ഫസ്റ്റ് ഇതിനാരും പ്രതികരിക്കില്ല. പല ആൾക്കാരും പ്രതികരിച്ച് ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. പല സാമൂഹ്യ വിരുദ്ധരായാലും വേറെ ആളായാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഇപ്പൊ പുതിയ ആക്ട് പ്രകാരം പോലീസിന് വരെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയും. അത് പോലീസൊക്കെ തൊപ്പി കഴിച്ച് തൊക്കിൽ വെച്ചിട്ടേ വരുള്ളൂ. അപ്പൊ ഒരു ആക്ഷൻ എടുക്കൂല. 18 വയസ്സ് എനിക്കും എനിക്കറിയുന്ന റൂൾസുകളൊക്കെ എനിക്കും ഒക്കെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. അതപ്പോ ആരും ഒന്നും പറയില്ല. ഇവിടെ എല്ലാ ആൾക്കാരും വരും. കുട്ടികള് വരും, വലിയ ആൾക്കാര് വരും, ഓഫീസ് സ്റ്റാഫ് വരും, പിന്നെ ഷോപ്പിലെ സ്റ്റാഫ് വരും. എല്ലാ ആൾക്കാരും ഏത് രൂപത്തിലാണ്, കപ്പിൾസ് ആണോ ലവേഴ്സ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫാമിലി ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതപ്പോ അതിനെ പറ്റിയിട്ട് ഒരു ആക്ഷനും ആർക്കും ഒന്നും എടുക്കാൻ കഴിയില്ല. കാരണം ഇതന്നെ ഇപ്പോഴത്തെ ഇതില് ഭരണഘടനയിൽ വരെ എഴുതി ചേർത്ത സംഗതികളാണ്. നമ്മളെന്തെങ്കിലും ചെയ്താൽ സദാചാരം ഇതിനെ നമ്മൾ പുറത്ത് വിട്ട് കാണിച്ചാല് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം നമ്മള് സീനാക്കി കഴിഞ്ഞ് വൈറലാക്കി വിട്ടാൽ ഓല് തെളിവ് കൊടുക്കേണ്ടി വരും. ഓരോട് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുമല്ലോ, പത്രക്കാരും മറ്റേ എന്തുകൊണ്ടാണ് അവിടെ പത്രക്കാർ ഇവിടെ ചാനലുകാരില്ല, ഇവിടെ വന്നു കഴിഞ്ഞ ചാനലൊന്നും എടുത്തു കഴിഞ്ഞ് ഇവിടത്ത് ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന് വരുന്നു. മീഡിയ വണ്ണുണ്ട്, കൈരളിന്റെ, ഇപ്പൊ ഏതൊക്കെ ചാനലുകളുണ്ട്, പിന്നെ ന്യൂസ് 18 ഉണ്ട്. ഏതെങ്കിലും ഒരു ചാനലിൽ ഇവിടുത്തെ എന്തോ സംഭവം വരുന്നുണ്ട്. അതായത് ലോക്കൽ ആൾക്കാർ ഇങ്ങനെ വിടുന്നതല്ലാതെ. അപ്പൊ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ വർക്ക് രാവിലെ 9 മണിക്ക് ക്ലോസ് ചെയ്യല്ലോ. 6 മണിക്ക് 6 മണിക്കാണ് ക്ലോസ് ചെയ്യും. ഇവിടെ 6 മണി ഒന്നാകുമ്പോൾ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ടെൻഡർ എടുക്കുന്ന ആൾക്കാർ കൊണ്ടുവന്ന് അവിടെ കുറെ മുതലാളിമാരുണ്ട്. മുതലാളിമാർ ഞാൻ പണിക്കാരനാണ്. അല്ല ഈ ബിൽഡിംഗ് ഇത് ബിൽഡിങ്ങുകളൊക്കെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗാ. ഓല് ലേലത്തിൽ എടുക്കുന്ന. അതിപ്പോ ലോ കൊട്ടേഷൻ ആർക്കാനോ വരുന്ന വെച്ചാല് ഓൽക്ക് കൈക്കും കിട്ടുക ആ പ്രാവശ്യത്ത്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം റുപ്യാണ് വാടക ഞാൻ കൊടുക്കാണെന്ന് വെച്ചാല് മറ്റോൻ 1.25 കൊടുക്കാന്ന് പറഞ്ഞാൽ ഓനേക്ക് ഓല് കൊടുക്കുക. എന്റെ പേരെന്താ? എന്റെ പേര് ഷമീമ. എന്റെ പേര് അഹമ്മദ് കോയ. സോറി. ഓരോന്നോരോന്ന് കാണുമ്പോൾ ഷൂട്ട് ചെയ്ത് എങ്ങനെ ഇറങ്ങാന്നുള്ളൂ. നോക്കാന്നല്ലേ.
അത്ര പുള്ളപ്പെടുത്തത് ആ എണ്ണുള്ള കൗണ്ടിങ് ആണ്. അവനല്ല സോമി ജിമ്മ് പൈസ കടന്നു വരൂ. നിർത്തിയോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പറഞ്ഞ വാക്ക് വലിച്ചു. അതാണ് അരീകോടോ? അപ്പൊ നമ്മടെ കയ്യിലൊക്കെ തന്നെ ഉള്ളു ആ മുണ്ടകുളം. ഏവാ മുണ്ടകുളം നിസാമിലെ നിസാമിനെ ഏത് നിസാമാണ് ചോദിക്കാം ക്ലാസ്സിലെ? അത് നിർത്തല്ലേ ഒക്കെ പറഞ്ഞു തള്ളല്ലോ. അതല്ല ഓരോ സ്റ്റാമിന നോക്കിയാ ഡയറ്റ് മിഞ്ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. തളർത്തല്ലേ അതാണ് കറക്റ്റാണ്. ഏതായാലും നല്ല ജിമ്മിന് പോണ ആൾക്കാരല്ല നിങ്ങളൊക്കെ. അപ്പൊ മത്സരിക്കലോട് നിങ്ങള് അവിടെ തന്നെ അടികൂടെ തന്നെ മത്സരം നോർമലി നടക്കല് കുഞ്ഞാ ഇവിടെ മത്സരം എന്റെ കഴിഞ്ഞ നടന്നത് ഈ എത്ര ഇയർ പറഞ്ഞോ നമ്മളോട് തള്ളേറെ 2021 ഞാൻ 65. അല്ല എത്ര കൊല്ലം പോകാൻ വേണ്ടിട്ട് ജിമ്മിലൊക്കെ? 8 വർഷം. 8 വർഷം ക്ലാസ്സിലെ 3 മാസം ഉണ്ടാക്കാൻ വിചാരിച്ച ആളാണ് 8 കൊല്ലമായിട്ട് ഉണ്ടാക്കി വരുന്നുള്ളൂ. ഈ കാണുന്നതാണ് എന്ത് ശരവരം ബോട്ട് ചട്ടി. ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത് എന്തെന്നറിയോ, ബോട്ട് ചട്ടി എന്ന് പേരിന് മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ ഉള്ള ബോട്ടൊക്കെ കരക്കടഞ്ഞ് അനാഥമായി കിടക്കുകയാണ്. വർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ആ കോലത്തിൽ ആയിക്കണ ഇവിടുത്തെ ബോട്ട് ചട്ടിൻ്റെ ഒക്കെ, അതായത് ബോട്ടുകളൊക്കെ അവസ്ഥ. പെഡൽ ബോട്ടാന്ന് തോന്നുന്നത്. അപ്പം ഇതൊന്നും ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കിന്ന് ഉപയോഗിക്കോ ഇല്ലേ എന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ഏകദേശം ഇപ്പോൾ നമ്മൾ 6 മണിക്ക് ആവാനായി വൈകുന്നേരം. ഈ കാണുന്ന സ്ഥലങ്ങളില്ലേ അവിടേക്കൊക്കെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ആ ഇതിന് ചുറ്റും നടക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടാവാൻ കേട്ടോ. ഞാൻ കുടുങ്ങിയില്ലല്ലോ ഇതിലും അല്ലാതെ ക്ലാസ്സിലെ നമ്മള് കുടുങ്ങിയില്ലെന്ന് പറയണ്ട. സരോവരത്തോണ്ട് ഇവിടെ പറയുകയാണ്. I'm changing who I am. I'm making a new plan, rearranging my life, and I won't look back ever again.